ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും 2 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ പലർക്കും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ ഈ കോൺസെപ്റ്റ്സ് മുഴുവൻ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് സെറ്റാക്കി തന്നിരിക്കും. സോ നിങ്ങളെല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി സൈലത്തിന്റെ നിഞ്ച ബാച്ച് ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിന്റെ ക്ലാസ് ആണ്. ദിവസേനയുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് മാത്രമല്ല, ഈ വർഷം സിലബസ് ഒക്കെ മാറിയതാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും അടിപൊളിയായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എക്സാംസും എല്ലാം നിങ്ങൾക്ക് സൈലത്തിൻ്റെ ആപ്പിലൂടെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, സൈലത്തിൻ്റെ ലൈവുകൾ മാത്രം മതി നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് 9ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് തന്നെ നേടിയെടുക്കാൻ. സോ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 11. ഇപ്പോൾ 92 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 92, ഇതിലെ അക്കങ്ങളായ 9ന്റെയും 2ന്റെയും തുക എത്രയാ? 11. ശരിയല്ലേ? ഇപ്പോൾ 83 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ 8ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്രയാ? 11. പക്ഷെ ഇത് മാത്രമല്ല പറയുന്നത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ അതിലെ 2 അക്കങ്ങൾ, ഈ അക്കങ്ങളുടെ സ്ഥാനവില, പ്ലേസ് വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം 9 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്ലേസ് വാല്യൂ 10 ആണ്. 2ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണെന്ന് നിങ്ങൾക്കറിയാം. അതായത് 92നെ നമുക്ക് 10 × 9 + 2 എന്ന് എഴുതാം അല്ലേ. അതേപോലെ 83 ആണെങ്കിൽ അതിനെങ്ങനെ എഴുതാം? 10 × 8. ശരിയല്ലേടാ? ഈ 8ൻ്റെ പ്ലേസ് വാല്യൂ 10 ആണ്, 3ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്. 10 × 8 + 3 × 1. ശരിയല്ലേ? 3. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മളുടെ അവിടെ പറഞ്ഞിട്ടുള്ളത് അതൊരു 2 ഡിജിറ്റ് നമ്പറാണ്. എന്താണ്? 2 ഡിജിറ്റ് നമ്പറാണ്. ഈ 2 ഡിജിറ്റ് നമ്പറിൽ 2 അക്കങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒന്നാമത്തെ അക്കം നമുക്കറിയാത്തത് കൊണ്ട് അത് നമ്മൾ X ആണെന്ന് എടുക്കുന്നു. രണ്ടാമത്തെ അക്കം Y ആണെന്ന് എടുക്കുന്നു. അപ്പോൾ Xന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 10 ആണ്. Yന്റെ സ്ഥാനവില 1 ആണ്. അപ്പോൾ ആ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × X + Y എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 10 × X + Y. അതായത് 10 × Xനെ 10X + Y. ശരിയല്ലേ? നമ്പർ ഏതാണ്? 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 10X + Y ആണ്. ശരിയല്ലേ? 10X + Y. ഏത് 2 ഡിജിറ്റ് നമ്പറിൻ്റെയും സ്റ്റാൻഡേർഡ് ഫോം, ആൽജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 10X + Y ആണ്. ഇതിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്ലൂ എന്ന് പറയുന്നത് Xഉം Yയും കൂട്ടിയാൽ എത്രയാ? Xഉം Yയും കൂടെ കൂട്ടിയാൽ 11 ആണ്. Xഉം Yയും കൂട്ടിയാൽ എത്രയാ? 11 ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന നമ്പർ. ഇപ്പോൾ 92ലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന നമ്പർ ഏതാ? 29. ആ 29 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 10 × 2 + 9. ശരിയല്ലേ? 10 × 2 + 9. ഇപ്പോൾ XY അല്ലേ? Xന്റെ സ്ഥാനം 10 ആണ്, Yന്റെ സ്ഥാനം 1 ആണ്. ഈ നമ്പർ എങ്ങനെ എഴുതിയത്? 10X + Y. ശരിയല്ലേ? ഇതേ നമ്പറിനെ മാറ്റിയിട്ട് 10ന്റെ സ്ഥാനത്ത് Yയും 1ന്റെ സ്ഥാനത്ത് Xഉം ആണെങ്കിൽ, 1ന്റെ സ്ഥാനത്ത് Xഉം ആണെങ്കിൽ നമ്പർ എങ്ങനെ മാറും? 10 × Y + X. ശരിയല്ലേ? 10 × Y + X എന്നുള്ള രീതിയിൽ മാറും. ആദ്യത്തെ അക്കം Yയും രണ്ടാമത്തെ അക്കം Xഉം ആയാൽ നമ്പർ എന്ന് പറയുന്നത്, നമ്മളെ 2 അക്ക സംഖ്യ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 10Y + X. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. ശരിയല്ലേ? ഇതാ നമുക്ക് 92 എന്ന് പറയുമ്പോൾ 10 × 9 + 2, 29 ആകുമ്പോൾ 10 × 2 + 9. ഇപ്പോൾ 10 × X + Y എന്നുള്ളത് മാറി 10 × Y + X. ഇനി ഈ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ആദ്യത്തെ സംഖ്യ 10X + Y. ഇതാണ് നമ്മളുടെ 2 അക്ക സംഖ്യ.
അതിനേക്കാൾ 27 കൂടുതലാണ് അക്കങ്ങൾ പരസ്പരം മാറ്റുമ്പോൾ കിട്ടുന്ന സംഖ്യ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്ലൂ. ഈ ക്ലൂ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. വളരെ സിമ്പിളായിട്ട് നമ്മളിത് ചെയ്യും. എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പറിനെ ഇപ്പുറത്തെ സൈഡിലേക്ക്, നമ്പർ മാത്രം ഒരു സൈഡിൽ വെക്കാം. എക്സും വൈയും ഒക്കെ വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോകാം. നമുക്കൊരു സൈഡിലേക്ക് കൊണ്ടുപോകാം. സിമ്പിളാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒന്നാമത്തെ ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 11 അക്കങ്ങളുടെ തുക 11 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ പോവാണ്. ശ്രദ്ധിച്ചോ, 27 അവിടെ വെച്ചോ. ബാക്കി എല്ലാം ഇങ്ങ് പോന്നോട്ടെ. ഇപ്പോഴത്തെ എന്തൊക്കെയാണുള്ളത്? 10y. ശ്രദ്ധിച്ചോ, 10y പ്ലസ് എക്സ്. ഇവിടെയുള്ള 10x ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് 10x. എന്താ ചെയ്തത്? 10x ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ് 10x. ഇവിടെ ഒരു y ഉണ്ട്, പ്ലസ് y. അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് y. ഇപ്പോഴത്തെ ആര് മാത്രമാവും? 27. പക്ഷേ എക്സും വൈ ഉള്ളത് നമുക്ക് ആദ്യം ഇതാ. 10y നിന്ന് ഒരു y പോയാൽ എത്രയാ മക്കളെ? നിങ്ങൾ നോക്കണേ. 10y നിന്ന് ഒരു y പോയാൽ, ശ്രദ്ധിക്കുക, 10y നിന്ന് ഒരു y പോയാൽ 9y. ശരിയല്ലേ? 9y. ഇനി എക്സിൽ നിന്ന് 10x പോയാൽ നമുക്ക് അറിയൂലല്ലേ? എക്സ് മൈനസ് 10x ചോദിച്ചാൽ അറിയില്ലല്ലോ. പക്ഷെ 10xൽ നിന്ന് ഒരു x പോയാൽ എത്രയാ? അത് 9x ആണ്. ശരിയല്ലേ? നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ഭാഗമായതുകൊണ്ട് ഞാൻ എന്താ, എക്സ് മൈനസ് 10x ഇത് നമുക്കറിയില്ല. 10x മൈനസ് എക്സ് ആണെങ്കിൽ ഇതിന്റെ ആൻസർ 9x ആണെന്ന് നമുക്കറിയാമല്ലോ. അത് നമുക്കറിയാം. അപ്പോൾ എക്സ് മൈനസ് 10x ചോദിച്ചാൽ മൈനസ് 9x. എന്താണ്? മൈനസ് 9x. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. 2 മൈനസ് 8 നമുക്കറിയില്ല. 8 മൈനസ് 2 എന്ന് പറയുന്ന 6 ആണെങ്കിൽ 2 മൈനസ് 8 മൈനസ് 6. ആ ഐഡിയ അവിടെ അപ്ലൈ ചെയ്യാം. സോ 9y. എക്സിൽ നിന്ന് 10x പോയാൽ മൈനസ് 9x ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 27. ഇതൊക്കെയാണോ? ഇതാണ് നമ്മളുടെ കയ്യിലുള്ള രണ്ടാമത്തെ ഇക്വേഷൻ. പക്ഷേ ഈ ഇക്വേഷനെ നമുക്കൊന്നും കൂടെ ചെറുതാക്കാം. ഇവിടെ നോക്ക്, എക്സിന്റെ എണ്ണം എത്രയാ? എക്സിന്റെ എണ്ണം 1. ഇവിടെ എക്സിന്റെ എണ്ണം 1 ആക്കാൻ പറ്റുമോ? ഇതിനെല്ലാം ഇവിടെ നോക്ക്, 9y 9x 27. ഇതിലെല്ലാം 9 ഉണ്ടല്ലോ. ഇതിലെല്ലാടെയും 9 ഉണ്ടല്ലോ. ആ 9 കൊണ്ട് ഞാൻ ഇതിനെല്ലാം ഡിവൈഡ് ചെയ്തു. ഇവിടെ എല്ലാം 9y-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 9 പോകും, y മാത്രം. 9x-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വരും? 9 പോയി, ബാക്കി x മാത്രം. 27-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. y മൈനസ് എക്സ് എന്ന് പറയുന്നത് എനിക്ക് 3 ആണെന്ന് കിട്ടിയോ? y മൈനസ് എക്സ് എത്രയാ? 3 ആണെന്ന് എനിക്ക് കിട്ടി. എനിക്ക് എന്താ കിട്ടിയത്? y മൈനസ് എക്സ് എന്ന് പറയുന്നത് 3. ആ y മൈനസ് എക്സിനെ അവിടെ വെച്ചു. എക്സ് പ്ലസ് വൈ എത്രയാടാ? എക്സ് പ്ലസ് വൈ 11 ആണ്. തിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? y പ്ലസ് എക്സ് 11 എന്ന് എഴുതിക്കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എക്സ് പ്ലസ് വൈ 11 ആണെന്നുള്ളതിനെ y പ്ലസ് എക്സ് തിരിച്ചു കൂട്ടിയാൽ 2 പ്ലസ് 3 5. അപ്പോൾ 3 പ്ലസ് 2 5 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? y ആദ്യം എഴുതുന്ന രീതിയിൽ തന്നെ എഴുതി. y പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 11. ഇനി ബാക്കി എൻ്റെ മക്കൾക്ക് അറിയാമല്ലോ. വൈയും ആഡ് ചെയ്താൽ 2y. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ. വൈയും ആഡ് ചെയ്താൽ 2y. എക്സും ശ്രദ്ധിക്കണേ മക്കളെ, എക്സും മൈനസ് എക്സും വെട്ടിപ്പോവും. പ്ലസ് എക്സ് ഉണ്ട്, മൈനസ് എക്സ് ഉണ്ട്, ഒന്നും നോക്കണ്ട. 11 3 14. ശരിയല്ലേ? 14. 2y 14 നമുക്ക് കിട്ടി. അതിൽ നിന്ന് y എത്രയാ? 14ന്റെ പകുതി 7. y എന്ന് പറയുന്നത് 7 ആണെന്ന് നമുക്ക് കിട്ടി. y എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. എക്സ് എത്രയാ? വൈനോട് എക്സ് കൂട്ടിയാൽ 11 കിട്ടും. y 7 ആണ്. 7നോട് എക്സ് കൂട്ടിയാൽ 11. അപ്പൊ എക്സ് എത്രയാ? 7നോട് എത്ര കൂട്ടിയാൽ 11 കിട്ടുക? എക്സ് എന്ന് പറയുന്നത് 11 മൈനസ് 7, അതായത് 4.
ശരിയല്ലേ? എക്സ് 4 ആയിരിക്കണം. അപ്പൊ നമ്പർ ഏതാ? നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 10x + y, അതായത് 10 × y. എക്സ് 4, y 7. സോ നമ്പർ 47. അതിനെ തിരിച്ചിട്ടാ കിട്ടുന്ന നമ്പർ ഏതാ? 10y + x എന്ന് പറയുന്നത് 74. തിരിച്ചിട്ടാ കിട്ടുന്ന നമ്പർ 74. നിങ്ങൾ നോക്ക്, 47നോട് എത്ര കൂട്ടണം? 27 കൂട്ടിയാൽ 74 കിട്ടും. സോ നമ്മുടെ ആൻസർ ശരിയാണ്. നമ്മുടെ ആൻസർ ശരിയാണ്. സെറ്റ് അല്ലേ? ഇപ്പോ ഇതേപോലെ ഒരു ചോദ്യം കൂടെ തരട്ടെ. ഞാൻ തരട്ടെ. 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ അതിന്റെ സം എന്ന് പറയുന്നത്, ഡിജിറ്റ്സിന്റെ സം 9 ആണ്. ഡിജിറ്റ്സിന്റെ സം 9 ആണ്. ഓക്കെ, ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് 9 ആണ്. ഇതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. ഇതേ ക്വസ്റ്റ്യനില് സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 11 എന്നുള്ളതിന് പകരം, കൃത്യമായിട്ട് മനസ്സിലാക്കണേ, ഈ ചോദ്യത്തിൽ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 11 എന്നുള്ളതിന് പകരം 9 ആയിരുന്നെങ്കിൽ, 11 എന്നുള്ളതിന് പകരം 9 ആയിരുന്നെങ്കിൽ ആൻസർ എത്രയായിരിക്കുമെന്ന്, നമ്പർ ഏതായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് ആൻസർ കമന്റ് ചെയ്യണം. ഈ ചോദ്യത്തില് ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇത്ര മാത്രം എൻ്റെ മക്കളെ ചെയ്താൽ മതി. ഇവിടെ 11 എന്നുള്ളതിന് പകരം 9 ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ആൻസർ കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.